വീക്കെൻഡ് ആയതുകൊണ്ട് വയനാട്ടിൽ പോകണം. മൊത്തത്തിൽ വൈബാണ് വരാത്തത്. വീക്കെൻഡ് ആയതുകൊണ്ട് ഒരു പൂതി വയനാട്ടിൽ പോകണം. ഞാൻ പോവാന്ന് ഞാനും ഒരു പ്ലാനും ഇല്ലാണ്ട്. അപ്പൊ നമുക്ക് വയനാട് പോകല്ലേ, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇനി നേരെ വയനാട്ടിലോട്ട്. അപ്പൊ ഒരു പ്ലാനിങ് ഇല്ലാതെ നമ്മള് വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് 2 ഡേയ്സിലുള്ള ഡ്രസ്സൊക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. വലിയ ഇതൊന്നുമില്ല, നമുക്ക് പ്രത്യേകിച്ച് സ്പോട്ട് ഒന്നുമില്ല. നമ്മളാണ് പോകുന്നത് 2 ദിവസത്തിനോ 1 ദിവസത്തിനൊക്കെ ആയിട്ട്. വീക്കെൻഡ് ഒക്കെ ആയപ്പോ ഇങ്ങനെ വീട്ടിലിരിക്കണ്ട, ജസ്റ്റ് ഇറങ്ങാന്നില്ല വൈബില് നമ്മൾ പോവാൻ. അപ്പൊ എന്താ നമുക്ക് കണ്ടോക്കാം. നിങ്ങൾ വീഡിയോ കാണുന്ന മാതിരി തന്നെ നമുക്കും ഐഡിയ ഇല്ലാതെ വേണ്ട പോകുന്നത്. നമ്മൾ ചൂരൽമല പോകണം, കാരന്താ പോയി അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലുണ്ടെങ്കിലും കണ്ടോ മഴ പെയ്യുണ്ട്, എന്താണ് അവസ്ഥ ഒരു പിടുത്തില്ല. നമ്മളിപ്പോ കാലിക്കറ്റ് എത്തിയിട്ടുണ്ട്. പണ്ട് കാലിക്കറ്റ് ഞങ്ങൾക്ക് 1.5 മണിക്കൂറിന്റെ അടുത്തെങ്ങനെയാണ്. ഇപ്പൊ വെറും 45 മിനിറ്റ്സ് ആയിട്ടുള്ളൂ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക്. അത്രയും സ്മൂത്താണ് ഹൈവേ ഒക്കെ, അടിപൊളി ഹൈവേ സെറ്റാണ്. അപ്പൊ നമുക്ക് പോയൊക്കെ എന്തായാലും ചങ്ങലയാൽ ബന്ധിച്ചു. ഇനി അങ്ങോട്ട് ചരിത്രമൊക്കെ കേട്ട് ഇതാണ് കോഴിക്കോട് മർക്കസ് നോളജ്. ഇവിടെ നോക്കി അങ്ങനെ കാണാം. അങ്ങനെ 3 മലകൾ കയറിയിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചരിത്രം പറഞ്ഞപ്പോൾ ജോക്കൊരു ഡൗട്ട്. അപ്പൊ അതൊരു മല, ഇത് 2ാമത്തെ മല, ഇപ്പൊ നമ്മൾ നിൽക്കുന്ന 3ാമത്തെ മല. ജോയിന്റ് ആവുന്ന ഇതാ റോഡ് കണ്ടോ. അങ്ങനെ ജോക്ക് കൊരങ്ങനെ കണ്ടിട്ട് പേടിയാണ് ഇറങ്ങി ഇവിടുന്ന് വണ്ടി എടുക്കുന്നത്. ഇത്രയൊക്കെ കേട്ട് കരിന്തണ്ടനെ സ്മാരകം കാണാൻ വേണ്ടിട്ട് അവിടുത്തെ നമ്മൾ എന്നൂർക്ക് കയറാൻ വേണ്ടിട്ട് കാർ ഇവിടെ പാർക്ക് ചെയ്തിരിക്കാണ്. അപ്പൊ ജാസി ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് 50ഉം പിന്നെ ജീപ്പിന് പോകാൻ 40. നമുക്ക് ടോക്കൺ കിട്ടും. ടോക്കൺ ബേസിലെ ഇവിടുന്ന് ജീപ്പിൽ കയറാൻ ഞങ്ങളപ്പോ ഫ്രണ്ടിൽ ഇരിക്കാൻ വേണ്ടി കയറിയതായിരുന്നു. അപ്പോഴും കാലിന് വയ്യാന്ന് പറഞ്ഞൊരു ടീം ഫ്രണ്ടിൽ കയറി. സോ അങ്ങനെ നമ്മൾ ജീപ്പിലെ ട്രക്കിങ് കഴിഞ്ഞിട്ട്, ട്രക്കിങ് എന്ന് പറയാൻ പറ്റില്ല, നല്ല കോൺക്രീറ്റ് ഇട്ട റോഡൊക്കെ എത്തിയിട്ട് നമ്മളിവിടെ എൻട്രിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി മഴ വെയിൽ തുടങ്ങി. ഇനി നമ്മൾ അവിടെയൊക്കെ നടന്ന് പോയി കാണണം. നമ്മൾ ആംഫി തിയേറ്റർ അല്ലെങ്കിൽ ഓപ്പൺ സ്റ്റേജ് പറഞ്ഞ പോലെ എന്നൂരിൻ്റെ ഒരു ഓപ്പൺ സ്റ്റേജാണ്. ഓരോ ഹട്ടിൻ്റെ ഉള്ളിലുള്ള വ്യൂ ആണത്. ഇങ്ങനെ പല സാധനങ്ങളും. അങ്ങനെ അമ്പയാണെന്നില്ല ബോധി. ആയിക്കോട്ടെ, അമ്പ ചെയ്തിട്ട് കണ്ടുപഠിച്ചോ. ആ അള്ളന്റെ മോനെ, ഔ ദേവസേന. മറ്റേ ഏട്ടന് ഹെൽപ്പ് ചെയ്തിട്ടാണോ അല്ലാതെയാണോ നമുക്ക് നോക്കാം. അമരേന്ദ്ര ബാഹുബലി എങ്ങനെയുണ്ട് ആദിവാസികളൊക്കെ കണ്ടപ്പോ? നല്ല രസമുണ്ട്. ഇത്രയും ആൾക്കാരുണ്ടായാലും അതിന്റെ ഇത് തോന്നുന്നില്ലല്ലേ. നല്ല മഴ പെയ്തേക്കാണ്. ഞങ്ങൾ പോരുന്നേക്ക് സംഭവം കണ്ട് കേറല്ലോ വെച്ച പോക്ക് വേണ്ടാറ്. എനിക്കാണെങ്കിൽ വേണേ. അങ്ങനെ ലാസ്റ്റ് തിരിച്ചിങ്ങോട്ട് തന്നെ വന്ന്. ഇതാണ് ആ സ്പോട്ട്, വയനാട് അഡ്വഞ്ചറാണ്. ഇവിടെ നമ്മൾ എന്താ ട്രൈ ചെയ്യാൻ തോന്നി കഴിഞ്ഞാൽ അപ്പൊ പിന്നെ അപ്പുറത്തേക്ക് വെക്കരുത്. എന്താ ട്രൈ ചെയ്യണ എന്താ ട്രൈ അതിന്റെ പേരൊന്നും എനിക്കറിയില്ല. എനിക്ക് കാണിച്ചു ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ജാസ്തി ഒരു പ്രാവശ്യം ഇവിടെ കേറിയതായിരുന്നു. എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് തന്നെ ഇറങ്ങിയത്. നമുക്ക് പൈസ വാങ്ങാൻ മറന്നു. ബാക്കി പൈസ വാങ്ങാണ്ട് ഞങ്ങള് ഫ്രണ്ടിലേക്ക്. അപ്പൊ ഞങ്ങള് ജീപ്പില് മുകൾക്ക് പോവാണ്. അയ്യോ ഞങ്ങള് ജീപ്പ് നിന്ന് കാഴ്ച ജീപ്പ് നിന്നല്ല, ഡോർ അടക്കാൻ പറഞ്ഞു.
ഇപ്പഴാ പവറായി. ഫുഡും കഴിച്ചു, ഒരു അഡ്വഞ്ചർ. ഇനി പവറാണ്. അതെ അതെ അതെ. ഡ്രൈവർ ഉണ്ടോ? സൂപ്പറാണ്. കണ്ണടൊക്കെ വെച്ച് ആള് വേറെ വൈപ്പിലാണ്. ഫുൾ ആന വന്ന് ബോർഡൊക്കെ ചവിട്ടി പൊട്ടിച്ച്. എന്തായാലും വലിയ ഓഫ് റോഡ് അല്ല, എന്നാലും രസമുണ്ട്. വൈബ് ആയിട്ട് ഇങ്ങനെ പോവാം. ആൾക്കാരൊന്നുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ തോന്നുന്നു. സ്പെഷ്യലി ഫോർ us. അതെ അതെ. അങ്ങനെ ജുവന്റെ പേടി സ്വപ്നം ഞങ്ങള് സൈക്കിൾ കയറ്റാണ്. ജാസിക്കും വെച്ച് റെഡി. ഐഡിയ ഐഡിയ. ഇത് ജാസിക്ക് ട്രൗസർ ഇട്ട് உன்னை கூட்டிக் கொண்டு கை கோர்த்து கொண்டு இதை சேர்த்து வைக்க நல்ல இடங்களை நாம் தேடி தேடி போவோம். வானம் பார்த்து கிடந்தேனே, மழையாய் வந்து விழுந்தாயே, வழித்துணையே வழித்துணையே, வண்ணம் சூழ்ந்த இடமெல்லாம் பாபா ஓடி திரிவோம் வா, என் துணையே வழித்துணையே நீயே. ഇതാണ് ഇവിടുത്തെ പ്രൈസിങ് വരുന്നത്. പിന്നെ ഗ്രൂപ്പായിട്ട് വന്ന ഓഫർ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ സിബ്ലൈനും ഫസ്റ്റ് നമ്മൾ സൈക്കിൾ മാത്രമേ നിർത്തിയിരുന്നു. ഇപ്പോൾ സിബ്ലൈനും കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ പോയ കട സെറ്റല്ലേ? हमरा मैं भी तेरा हूँ. एहसान मंद है दिल अब से ये तेरा, ये मर्ज कैसा है क्या नाम तू बता. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? താഴെന്ന് ഞങ്ങൾ മേലോട്ട് കയറി വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കാല് വേദനിക്കുന്നുണ്ട്. നമ്മൾ വീണ്ടും ആ ഹബിലോട്ട് തിരിച്ചു പോകും. തന്നെ സിംഗിളായിട്ടാ പോവാ, രണ്ടാൾ പോകാൻ പറ്റില്ല. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ സിംഗിളായിട്ട് പോകണം. ബൈ. പക്ഷെ ഇങ്ങനെ ഉണ്ടായിരുന്നേ. അങ്ങനെ ജുവ വിഹാറും കൂടി ട്രൈ ചെയ്യാൻ പോവാണ്. വിഹാർ എക്സ്പീരിയൻസ് അതില് മറ്റേ താഴത്തേക്കുള്ളത് ഉണ്ടാവും. മുകൾക്ക് പോകുമ്പോ കുഴപ്പമില്ല. പക്ഷെ താഴത്തെ ട്രാക്ക് വരുമ്പോ പേടി, നമ്മളിങ്ങനെ ചാടണൊക്കെ പോലെ. അത് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യല്ലേ. താഴെ വരുമ്പോ നമ്മളിങ്ങനെ ഇത് നമ്മളപ്പുറത്തൊരു സ്കെൽറ്റനോ ഞാനും കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ കണ്ടത് ആ താഴേക്കാട് പോകുമ്പോ ഇങ്ങനെ രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. കാരണം ഇറങ്ങിയപ്പോ ഞാൻ ആ ഒരു യൂണിവേഴ്സിലായിരുന്നു. ഇറങ്ങിയിട്ട് എന്താ മനുഷ്യന്മാരൊക്കെ അവിടെ. ഞാൻ സ്കെൽറ്റനെ കമ്പനിയായി. ഭയങ്കര റിലാക്സ്ഡ് ആണ്, നല്ല ക്ലൈമറ്റ്, നല്ല അടിപൊളി. അങ്ങോട്ട് നോക്കുമ്പോൾ എന്ത് രസം വ്യൂ ഒക്കെ കാണാൻ. ഇങ്ങനെ കണ്ടു ഇങ്ങനെ ഇരുന്ന് കോസ്റ്ററാണ് വെച്ചിട്ടാണ് കയറിയത്. പക്ഷേ ഇത് റോളർ കോസ്റ്റർ സിബ്ലൈനാണ്. പറ്റിക്കപ്പെട്ടല്ല. പേടിയുണ്ടോ? ഓ എന്നാ കേട്ടാ മതി. എന്നാ ഫസ്റ്റ് പോട്ടെ. ജുവനെ ഇതിൽ കേട്ടിട്ടുണ്ട്. സെറ്റല്ലേ? ഇതെവിടെ പിടിക്കേണ്ടത്? ഇവിടെ ഇതിമല പിടിക്ക. അപ്പൊ പോലെ. അപ്പൊ ഓക്കെ, ബൈ, ടാറ്റാ. അപ്പോൾ ജുവ പോയി കഴിഞ്ഞു. ഇനി ഞാനാ പോകുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ വീഡിയോ എടുക്കാനോ ഡ്രോൺ ഷോട്ടോ ഒന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാം. നല്ല എക്സ്പീരിയൻസ്, അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ. കംപ്ലീറ്റ്ലി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഞാൻ ഇറങ്ങി. ലാസ്റ്റ് റൈഡ് ഓ മോനെ പൊളി, ഒന്നും പറയാം. പിന്നെ പോലെ റോളർ കോസ്റ്റർ, സിപ്പ് ലൈൻ. പക്ഷെ ഇത് കേട്ടോ അടിപൊളിയായിട്ട് 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ ഉണ്ടേനും
ഭയങ്കര നമ്മളെന്താ പറയാ, നമ്മളെ മുകേഷ് പറഞ്ഞ സമ്മർ സാൾട്ട് അടിച്ചൊക്കെ പോരും. ഓ അടിപൊളിയാണ്, നല്ല മസ്റ്റ് ട്രൈ കേട്ടോ, നല്ല എക്സ്പീരിയൻസ് ആണ്. ഫോണൊക്കെ എടുത്തിട്ട് അതിൽ ഇറങ്ങാനോ വിചാരിച്ചു. നമ്മളൊരു എത്ര ടിക്കറ്റ് ഒരാൾക്ക് 750 ആണ് ഈ റോളർ കോസ്റ്ററിന് വരുന്നത്. പക്ഷെ അതിനുള്ള മുതൽ ഉണ്ട് അല്ലേ, പക്കയാണ്. ഇനി അവര് എന്തോ 360 വീഡിയോ ഒക്കെ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം അല്ല, കുറച്ച് കഴിഞ്ഞിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യും. അതും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാവും. എന്തായാലും ഞങ്ങൾക്ക് മറ്റേ ഇതിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്, സിബ്ലൈൻ്റെ ഇതിൻ്റെ ഒക്കെ. ഡ്രോൺ വീഡിയോക്ക് കോംപ്ലിമെൻ്ററി അല്ല, അത് നമ്മൾ എന്ത് ചെയ്യണം, 400 റുപ്പീസ്. സിബ്ലൈൻ ചെയ്യുമ്പോഴും 400 കൊടുക്കണം. പിന്നെ ഏത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴും നമ്മൾ 400 കൊടുത്തിട്ട് ഡ്രോൺ ഷോട്ട് ആക്കിയിട്ട് നമ്മൾ എടുക്കാണ് വേണ്ടത്. അപ്പോൾ ഓക്കെ, നല്ലൊരു വീണ്ടും തിരുവനന്തപുരത്തെ ഗോകാട്ടിങ്ങിന് ശേഷം വയനാട് ഗോകാട്ടിങ്. ഇപ്രാവശ്യം നമ്മൾ 6 ലാപ്പാണ് ഞാനും ജോലി എടുത്തത്. അപ്പോൾ സെറ്റല്ലേ പോലെ അപ്പൊ വൈകുന്നേരമായി ചായ അടിക്കണ്ട. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി നമ്മളെ ഡിക്കില് ചായ ഇതൊക്കെ അല്ലടാ. അപ്പൊ സെറ്റ് അല്ലേ, എന്നാ വരും ചായ അടിക്കാം. ചായ അടിക്കാൻ നമ്മളെ എല്ലാവരും സെറ്റപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് മറ്റേ വണ്ടിനും കൂടി വെയിറ്റ് ചെയ്യാണ്. എല്ലാ ആപ്പിൻ ടീമും എത്തിയിട്ടുണ്ട്. വേറെ കാര്യങ്ങളൊക്കെ എടുത്ത് ഫുൾ സെറ്റാണ്. നമ്മള് 2 വണ്ടിയിലും റിസ്വാനൊന്നും മാറുന്ന ചായയും കേക്കും എല്ലാം ഓക്കെയാണ്. ഫുള്ള് വൈബിലാണ് എല്ലാവരും. നമ്മളെ ചെയറും കാർപ്പറ്റും. നമ്മൾ ഫാമിലി ആയിട്ട് ഇറങ്ങുമ്പോൾ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ പുറത്തുനിന്ന് കുടിക്കാന്നില്ലതല്ല, പക്ഷേ ഇത് വേറെ വൈബാണ്. ഇതേപോലെ ഒരു തോട്ടത്തിലൊക്കെ ഇരുന്ന് കാറ്റൊക്കെ വിരിച്ച് എല്ലാവരും കൂടെ മറ്റൊന്നും പറഞ്ഞാ അന്തസ് നോക്കിയാ നിങ്ങള് കണ്ടാ, ഫുൾ സെറ്റപ്പിലാണ്. വേണമെങ്കിൽ ഒരാഴ്ചക്ക് വരെ പോകാനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇയാള് പിന്നെ വേറെ വൈബില്. നാളെ ഏത് വൈബാണോ, ഗസ്റ്റിന്റെ എന്തോ ചാടി എന്നാവും കുട്ടി കുടിക്കാന്ന്. ചായ മൊത്തം കഴിഞ്ഞു കേട്ടോ, ചായ കഴിഞ്ഞു ഗൈസ്. ഭയങ്കര പോളിംഗ് കഴിഞ്ഞ ചായക്കൊക്കെ എത്ര ഡിമാൻഡാ. ടീംസ് ഉണ്ട്. മർക്കസ് പോകാണ്ട് ഇറങ്ങി വെള്ളക്കുപ്പായും എന്താ വേറെ ആള് ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ടത് പറതൊക്കെ വയനാട്ടിലെ ഫുൾ അഡ്വഞ്ചർ പരിപാടി കഴിഞ്ഞ് നമ്മൾ റിസോർട്ട് പോവല്ലേ, സെറ്റല്ലേ, എല്ലാരും ടയർഡല്ലേ. പക്ഷെ കഴിഞ്ഞിട്ടില്ല, നമുക്ക് പൂളൊക്കെ എല്ലാ റിസോർട്ടാ നോക്കിയത്. അപ്പൊ പൂള് പോവല്ലേ. ഇല്ല, നമ്മള് റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് ഹൈദഗിരിയില്. ഇനി റൂമിൽ പോയിട്ട് പൂളിച്ചാട്ടില് അങ്ങനത്തെ പരിപാടിയൊക്കെ ചെക്കിൻ ചെയ്യാല്ലേ, സെറ്റല്ലേ. അവിടെ താഴെ ഒരു കോട്ടേജും ഇവിടെ വേറൊരു സ്യൂട്ടല്ല എക്സിക്യൂട്ടീവ് റൂം ആണ് നമ്മുടെ അടുത്തുള്ളത്. അങ്ങനെ ഞങ്ങളെ റൂമിൽ ചെക്കിൻ ചെയ്ത് അപ്പം ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാ. നമ്മള് നേരെ പൂളിക്കേ, സെറ്റല്ലേ, എന്നാ ചാടല്ലേ. അപ്പം എന്നാ ഇതാണ് നമ്മളെ റിസോർട്ടിലെ പൂള്. രാവിലെ നീച്ചപ്പോൾ തന്നെ എല്ലാവരും കൂടി പൂളിക്ക് ചാടാൻ ഇറങ്ങി പോവാണ്. അപ്പം എന്നാൽ ഞങ്ങളും പൂളിൽ പോയി ചാടി നോക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ എടുത്ത കോട്ടേജ് കാര്യങ്ങളും. ഇതാണ് നമ്മുടെ പൂള്. ഒപ്പല്ലമാരെ ഫുൾ മൂഡിലാണ്. കുട്ടിയൊക്കെ പറ്റിയ അടിപൊളി നല്ലൊരു പ്രോപ്പർട്ടി ആയിരുന്നു. ഈ കോട്ടേജ് മിക്കവാറും ഒരു പൊളിച്ചടുക്കിയിട്ടുണ്ടാവും. നമുക്ക് പോയ നോക്കാം. ഹായ് ഗായ്സ്, സൺസ്ക്രീൻ അല്ല സൺസ്ക്രീൻ. ഓടി വന്നാണ്ട് പുള്ളി ചാടാണ്. ജാസിയെ ചാടി 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 ചാടി. ഇത് ഇവിടെ ഒരു വിറക്കുന്ന ഒരാള്. ഞാൻ കേറിയതേ ഞങ്ങളൊന്നും ഇവര് രണ്ടുപേരും രാവിലെ തന്നെ നീച്ച് കുളിച്ച് മാറ്റി നിന്ന്. ഇതാണ് നമ്മളെ കോട്ടേജ്. നല്ലതാണ് കേട്ടോ, 2 BHK ആണ്. പാട്ടും ബൈക്കും എല്ലാം മൂടും.
ഗൈസ് അപ്പൊ സർപ്രൈസ് ആയിട്ട് നമ്മള് ഡ്രസ്സൊക്കെ മാറ്റിക്കാണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞാണ്ട് വീണ്ടും ചാടാൻ പോവാണ് കേട്ടാ. ചാടിക്കോ ഫസ്റ്റ് നമ്പർ 1. യശോദേ അപ്പൊ നമ്മളെ പൂളിന്റെ വൈബ് കഴിഞ്ഞു. എന്നാലും അവസാനത്തെ ചാട്ടം വേണ്ടേ? ഓടിക്കോ. നമ്മളെ ഇങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങാനുള്ള പ്ലാനാണ്. ഓരോരുത്തരും ഓൾറെഡി ഇറങ്ങി കഴിഞ്ഞു. ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. ഈ മാറ്റി കഴിഞ്ഞാ എല്ലാരും കൂടെ പാർക്കിലാണ്. ഇങ്ങനെ മട്ടമന്തി ഒന്നും വേണ്ട, നമുക്ക് നാടൻ വൈബിലോട്ട് പോകാറുണ്ട്. നല്ല നാടൻ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മള് വർക്കല പോയപ്പോ കഴിച്ച പോലെ ഫുഡിനോടൊരു യുദ്ധം കഴിഞ്ഞിരിക്കുകയാണ്. 2 മീന്, ഓംലെറ്റ്, എന്തൊക്കെയാണ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് 2 വണ്ടിയും എല്ലാരും കൂടെ. നമ്മൾ എടക്കൽ കേവിൽ എത്തിയിട്ടുണ്ട്. എൻട്രി പാസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ പാർക്കിങ്ങിലൊക്കെ നിർത്തി തൊപ്പിയും കണ്ണടയും ഇതൊക്കെ വാങ്ങി നമ്മള് നടന്നു പോകണം. നമ്മളെ കോട എടുത്തിണില്ലേ, നമ്മള് ചിപ്സും ചക്കപ്പൊരിയും പിന്നെ ലൈസും എല്ലാം വാങ്ങി എടക്കൽ കേവിക്ക് നടക്കണം. അങ്ങനെ എടക്കൽ കേവില് വരുന്നവര് ശ്രദ്ധിക്കണം, ക്യാഷ് കയ്യിൽ വെച്ചോണ്ട്. ഞങ്ങള് പകുതി എത്തിയപ്പത്തിന് തീരുമാനമായി പടം. ഷോറൂം ഉണ്ടാ അതെ. കമോൺ കമോൺ ജുവാ. നമ്മള് ഗുഹയുടെ ഉള്ളിലോട്ട് പ്രവേശിക്കുകയാണ്. ആരും ഇവിടുന്ന് എത്തി നോക്കിയത് എന്താന്ന് വെച്ചാല് ഈ ഒരു ഇത് കാണാൻ തന്നെയാണ്. 2 പാറിന്റെ ഇടയിലൂടെയുള്ള ഒരു ഗ്യാപ്പാണ്. മൊത്തത്തിൽ ഇങ്ങനെയാണ് ഇൻസൈഡ് വ്യൂ വരുന്നത്. ഇത് കാണോ, ഇങ്ങനെ വന്നതിന് ശേഷം പിന്നെ ഈ മൂലയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ നമ്മളെ ഗ്യാപ്പ് പറഞ്ഞ 2 പാറിന്റെ ഇടയിൽ. ഞങ്ങളെല്ലാവരും എടക്കൽ കേവ് ഒക്കെ കണ്ട് സെറ്റിലാക്കളെ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് വിടല്ലേ? പിന്നെ ഒരു രക്ഷയില്ല. അപ്പൊ നമ്മളിങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷൻ, അതായത് കാണാത്തവര് നമ്മുടെ അടുത്ത പ്രദേശമാണ് വയനാട്. എന്താ പറയാ, എടക്കൽ ഗുഹ. നമ്മുടെ പ്രദേശത്തിലേക്ക് വന്ന് തീർച്ചയായിട്ടും കാണും. ഈ വമ്പ നഷ്ടമാണ്. അതെ അതെ. അപ്പൊ ഇനി പന്തല്ലൂര് വഴി നമ്മൾ നാട് കാണി ചുരം ഇറങ്ങി നാട്ടിലോട്ട്. പിന്നെ ഞാനൊരു ഷോപ്പ് ഞങ്ങൾ ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്ത ട്രിപ്പ് ചെയ്യുന്നു. ഇപ്പൊ എത്ര പേരുണ്ട്? ഞങ്ങൾ ഏടക്ക് ഇറങ്ങിയാലും എങ്ങനെ, വർക്കലൊക്കെ ഇറങ്ങി ലുബിനാണ്, കക്കടം പോയിക്ക് ഇറങ്ങി ബാക്കിലോട്ട്. പക്ഷെ ഞങ്ങൾ ഹണിമൂണിന് ഞങ്ങളെ ഒറ്റയ്ക്കേ പോവുള്ളൂ. അത് പോകാനില്ല. അങ്ങനെ അടുത്ത മാസം ഞങ്ങൾ പോട്ടാ. ഈ ലിബി അന്ന് എഴുതി വെച്ചൊരു ലിപിയാണിത്. ഇവിടൊക്കെ കുറെ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. ഇറങ്ങിയ ഇവിടുത്തെ ഗൈഡ് ചേട്ടൻ നമുക്ക് പറഞ്ഞെന്ന പ്രകാരം ഇവിടെ ഒരു രാജാവിന്റെയും ഗോത്ര രാജാവും പിന്നെ എന്താ സ്ത്രീരൂപമാണ്. പിന്നെ ഇവിടെ ഉള്ളത് മോഡേൺ, ഈ കാണുന്ന മോഡേൺ സ്ത്രീരൂപം. പിന്നെ ഇവിടെ ഒന്നുണ്ട് ക്യാമറയിൽ കണ്ടോ, അങ്ങും ഏന്തി നിൽക്കുന്ന ആളാണെന്നൊക്കെ പറയും. കാഴ്ചകളൊക്കെ കണ്ടു ഞങ്ങൾ തിരിച്ചു കയറാണ്. ഇറങ്ങല്ലേ. ഹാഫ് വേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് ഇറങ്ങുമ്പോൾ സ്റ്റെപ്പാണ്. അപ്പൊ അത്ര റിസ്ക് ഇല്ല, ഈസി ആയിട്ട് നമുക്ക് കാടിന്റെ ഉള്ളിൽ കൂടി സ്റ്റെയറൊക്കെ റിഫ്രഷ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒരു ചെറിയ റെസ്റ്റിലാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാം. ഇങ്ങനെ എല്ലാവരും അത്യാവശ്യം ടയർഡായി ഞങ്ങൾ തിരിച്ചിറങ്ങാണ്. അടിപൊളി.
വ്യൂ കണ്ടപ്പോൾ വെറുതെ ഒന്ന് നിർത്തിയാണ്. ഒരു പാലത്തമ്മ ജസ്റ്റ് ഞങ്ങൾ 2 വണ്ടി ഒന്ന് നിർത്തി ഞങ്ങളിങ്ങനെ പോവാണ്. ഞങ്ങൾ 2 വണ്ടി നിർത്തി. എല്ലാവരും ഭയങ്കര വൈബിലാണ്. തിരിച്ചു പോവാണ്. വെൽക്കം ടു തമിഴ്നാട്. റൊമാൻറ്റിക് ആയിട്ട് വരുന്നുണ്ട്. ഗായ്സ് നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിൽ നിന്ന് ഒന്നും പറയാനില്ല, ഗൂഡല്ലൂർക്ക് പോകുന്ന റൂട്ടാട്ടോ. അമ്പലവയൽ കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോ ഇതിന്റെ ഇടയിൽ ഒരു പോളി വൈബ് സ്ഥലം. ഈ സ്ഥലത്ത് എന്താ വെച്ചാൽ ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ പെട്ടെന്ന് പുലി ഇറങ്ങി വരുന്നുള്ളതാണ്. ആനയൊക്കെ ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും വരുന്നത്. പുലിയൊക്കെ ആകുമ്പോൾ ഈ തേയിലക്കറിന്റെ ഇടയിൽ കൂടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഇവിടുത്തെ ഇവര് പറഞ്ഞില്ലേ ലോക്കൽസ് ആയിട്ടില്ല. പറഞ്ഞത് ഇവിടെ എന്തോ പണ്ടെന്നല്ല അതല്ല നമ്മളെ ചെയറൊക്കെ മുതലാണ്. നമുക്ക് എല്ലാ ട്രിപ്പിലും യൂസ്ഫുൾ ആണ്. ഇതൊക്കെ വാങ്ങി വെച്ചോളിട്ടാ, മുതലാവും. എല്ലാ ട്രിപ്പിലും മുതലാവും. ഈ വൈബ് മഴ, ചെറിയ ചാറ്റൽ മഴ, ഈ ഒരു വൈബ് നോക്കി ഏതാ വൈബ്. ഫാമിലി ഇങ്ങനെ അടിപൊളി. ട്രിപ്പിന് ഉണ്ടോ ചോദിക്കുമ്പോ എല്ലാവരുടെ ടീമേഴ്സിനോടാണ് ഇത്ര വൈബില് ഇങ്ങനെ കിട്ടണം. ഇതാണ് ട്രിപ്പ്. ഇത് ഞങ്ങള് പറഞ്ഞാല് പോകുന്ന സ്ഥലങ്ങള് അത് വൈബാക്കിയാട്ടോ. പൈസ കൊടുത്തുള്ള എൻട്രികൾ വളരെ കുറവാണ്. അടിപൊളി സ്ഥലം. ഇന്നലെ ഈവനിങ് ഇതേമാതിരി ചാടിക്കാൻ നൈസ് സ്പോട്ട്. അത് വയനാട് നമ്മള് കൊറേ ടിക്കറ്റ് എടുത്ത് കൊറേ സ്ഥലത്ത് ഇപ്പൊ ഇടയ്ക്കൽക്കേ നമ്മള് പോയി. നമുക്ക് ഇത്ര വൈബാക്കാൻ പറ്റിയില്ല. കണ്ടു കാണാനുള്ളത് നമ്മള് കണ്ടു. ഞാൻ പറയുകയാണെങ്കില് ടൂറിന്റെ ഏറ്റവും ലാസ്റ്റ്, കാരണം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ടൂറ് പോവാണ് തല കഴിഞ്ഞില്ല ഒരു വൈബിൽ ഇങ്ങനെ എത്തി എല്ലാവരും ചടച്ചിരിക്കുമ്പോ ഇതേമാതിരി ഒരു നൈസ് സ്പോട്ട് വണ്ടിയിൽ എടുത്ത് ഓടിക്കോളി പെട്ടെന്ന് ചളിയില്ലല്ലോ. വർക്കല ട്രിപ്പിൽ തന്നെയാണ് പരിപാടി. മഴ പെയ്യാ സാധനങ്ങൾ നമ്മള് ഫുള്ള് കയറ്റി ഫുള്ളിലോടായി. അപ്പൊ എന്നാ പോവല്ലേ? പോവാ. അപ്പൊ ഇനി നേരെ നാട് കാണിച്ച് വരെ ഇറങ്ങാം. നമ്മളെ വാശി പറയാം. ഇനി അടുത്ത ആഴ്ച നമ്മള് വേറെ ഒരു സ്ഥലം മറക്കണ്ട. അത്ര ഉള്ളു പറയാന്. പോവാ, നമുക്ക് പോവാം. ഏതാ ഫ്രെയിം നോക്കി, ഇതാണ് ഫ്രെയിം. ഏത് നമ്മള് നല്ലൊരു അടിപൊളി വ്യൂ കണ്ടപ്പോ നിർത്തിക്കാണ്. വേറെ സംസ്ഥാനത്ത് നമ്മളെ KSRTC കാണുമ്പോ അത് വേറെ വൈബ് തന്നെയാണ്. ഓ സെറ്റ് കോട ഇവിടെ ഒരാള് എത്രയും അടിപൊളി ക്ലൈമറ്റ് ഒക്കെ ആയിട്ടും ഡ്രൈവ് ചെയ്യാണ്. കൊറേ ചോദിച്ചു ഡ്രൈവ് ചെയ്യാൻ കൊടുക്കണില്ല. ഇത് പറയും ചെയ്യും നമുക്ക് ക്ലൈമറ്റ് കാണാൻ പറ്റുന്നില്ല. അവര് പറഞ്ഞു തരുന്നുണ്ട് എന്താ വ്യൂ വരുന്നതാണ്. അടുകാണി കഴിഞ്ഞ് ഇറങ്ങും വൈക്ക് കമ്പം തിന്നാനൊരു പൂതി. അപ്പൊ നമ്മള് കമ്പം അതിനുണ്ട് നല്ല ചെറിയൊരു കടയിന്ന് കമ്പം മസാലയൊക്കെ കൂട്ടി നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് കയാലത്തിലേക്ക് കയറിയിരിക്കാണ് അല്ലേ. ഇപ്പൊ നമ്മള് ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒതുക്കുങ്ങൽ എത്തിയിട്ടുണ്ട്. നമ്മള് ഇവരെ ഇറക്കാൻ വേണ്ടിട്ട് ഇവിടെ നിർത്തിയേക്കാണ്. ആപ്പ ഫ്രണ്ടിലുണ്ട്. നമ്മളിവിടെ എല്ലാരും ഉറങ്ങിക്കണോ എന്താ അപ്പൊ വൈൻഡപ്പ് പറയാം. കുഞ്ഞോട് വൈൻഡപ്പ് പറയാം. അടിപൊളിയല്ലേ? നമ്മളെ അടുത്ത ട്രിപ്പ് നമ്മള് പ്ലാൻ ചെയ്തിട്ടെങ്കിൽ അടുത്ത് രണ്ടാമത്തെ പ്രാവശ്യത്തിന് വൈൻഡപ്പ് പറയണത് കിട്ടുമോൻ. വൈൻഡപ്പ് പറ. അപ്പൊ അവരൊക്കെ പോയി ഇനി വീട്ടിട്ട്. Let's go guys.
അങ്ങനെ ട്രിപ്പ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. സംഭവം നമ്മൾ ഒറ്റക്ക് ഇറങ്ങി ഒരു പ്ലാനും ഇല്ലാണ്ട് ഇറങ്ങി ട്രിപ്പ് ചെയ്യുന്നെങ്കിൽ ലാസ്റ്റ് ഇവരൊപ്പം കൂടി പിന്നെ ട്രിപ്പ് മൊത്തത്തിൽ അടിപൊളിയായി. എന്താ പറയേണ്ടി വരില്ല, അടിപൊളി അല്ലേ?